ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇവ നന്നായി മൂത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ഇവ ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് തീർന്നു പോയത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത സാധനങ്ങളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സവാള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞങ്ങൾ പാക്കറ്റിലുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പൊടിപ്പിച്ചെടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒന്നുകൂടി നല്ലത്. മല്ലി പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം കൂടി പൊടിച്ചെടുത്താൽ നന്നായിരിക്കും. നല്ല ടേസ്റ്റാണ് അതിന്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അത് ഇളക്കി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഈ സമയത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് ഇളക്കി തക്കാളി വെന്തലിഞ്ഞ് വരുന്നത് വരെ വേവിക്കണം. വെന്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിപ്പിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മസാലയൊക്കെ മുട്ടയുടെ മുകളിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.